ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മുട്ടക്കറിയുടെ റെസിപ്പി കാണാം. അപ്പോൾ ഇതിനായിട്ട് മുട്ട നല്ലോണം ഒന്ന് വേവിക്കാൻ വെക്കണം. അതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് 2 സവാള, അതേപോലെ തന്നെ കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കണം. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് തക്കാളി ഇതേപോലെ എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ആവശ്യത്തിനായിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ്മിലേക്ക് ഒരു കടായി വെച്ച് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിനായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷിയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ആ പച്ചമുളക് കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ നമുക്ക് മൂടി വെച്ചൊന്ന് പൊത്തി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ തോലൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ അളവിൽ മുളക് പൊടിയും, 1/2 സ്പൂൺ അളവിൽ ചിക്കൻ മസാലയും, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയോടെ ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ആ മുട്ടയിലൊന്ന് കീറൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഈ ഒരു ഉള്ളിയുടെ ഒക്കെ പച്ചമണ്ണൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ തക്കാളിയുടെ ഒരു പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് ആവശ്യത്തിനായിട്ട് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്തിലേക്ക് നമ്മുടെ മുട്ട എല്ലാം കൂടിയിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പ് കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പോ ദോശയോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ അടിപൊളി കറി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാലും എന്താക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അടിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.